ഹായ് മക്കളെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 4-ാം തീയതി വൈകുന്നേരം ഏകദേശം 6 മണിയോട് കൂടിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 4-ാം തീയതി 5-ാം തീയതി പകലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സമയം മുതൽ നിങ്ങളുടെ 10-ാം തീയതി നടക്കുന്ന CBSE ക്ലാസ് 10th മാത്സ് എക്സാമിന് ഇനി 5, 6, 7, 8, 9 അങ്ങനെ 5 ദിവസത്തെ സമയം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒത്തിരി കുട്ടികൾ, വളരെ കുറച്ച് കുട്ടികൾ വെച്ച് ബാക്കി ഒരുപാട് കുട്ടികൾ എന്താണ് ഭയങ്കര ടെൻഷനിലല്ലേ. അതായത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ആ കുറച്ച് കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികൾ ആദ്യം മുതലേ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷ നിങ്ങളുടെ സോഷ്യൽ എക്സാം കഴിഞ്ഞപ്പോൾ അല്ലെ ഹിന്ദി കഴിഞ്ഞപ്പോൾ മുതൽ സീരിയസ് ആയിട്ട് റിവൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ ഓൾമോസ്റ്റ് കോൺഫിഡൻ്റ് ആണ്. അതാണ് ഒന്നാമത്തെ ടൈപ്പ് കുട്ടികൾ. അവർക്കിപ്പോൾ വലിയ ടെൻഷൻ ഒന്നുമില്ല. നമ്മളെ സുഭാഷിനൊക്കെ പോലത്തെ കുട്ടി അല്ലേ. ഓക്കെ, ഒന്നാമത്തെ കേസ് അതാണ്. ഇനി രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവരെന്താണ് അത്യാവശ്യം എഫേർട്ട് എടുക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താണ് അവർ ഫുള്ളി കംപ്ലീറ്റ് ഒന്നല്ല. 14 ചാപ്റ്റർ, 7-8 ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഓർമ്മ വെച്ച നാൾ മുതലേ മാത്സ് ഭയങ്കര ടഫാണ്. 9-നും 10-ന്നൊക്കെ ഭയങ്കര ടഫായിരുന്നു. എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. പരീക്ഷകൾക്കൊക്കെ മോഡൽ എക്സാമിനൊക്കെ 20-ന്റെയും 50-ന്റെ ഇടയിലാണ് അവർ മാർക്കുള്ളത്. അവർക്കൊക്കെ എന്താണ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കോൺഫിഡൻസ് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിലേത് ടൈപ്പിലാണ് നിങ്ങളെന്നൊന്ന് പറയാം. ഒന്ന് ഫുള്ള് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ, 2 അത്യാവശ്യം പ്രോഗ്രസ് ഉണ്ട്, മൂന്നാമത്തത് എന്താണ് ആകെ കോൺഫിഡൻസ് ഒക്കെ പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് എന്താണെങ്കിലും അടുത്ത 5 ദിവസം കൊണ്ട് ഞാനീ പറയുന്ന 5 സ്റ്റെപ്പ് ഫോർമുല നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താണ് 90 to 95% മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് കേട്ട് നോക്ക്, വെറുതെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട. കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. യെസ്, ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും പറയാണ്. പ്രത്യേകിച്ച് മാത്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളോടൊക്കെ നിങ്ങളുടെ മാത്സിന്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അത് ട്രിഗണോമെട്രിയോ സർഫസ് ഏരിയ ആൻഡ് വോളിയമോ ഒന്നുമല്ല. പകരം അതെന്താണ് നിങ്ങളുടെ മാത്സ് ബേസിക്സ് ആണ്. മക്കളെ, മാത്സ് ബേസിക്സ് സെറ്റ് ആവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 95 പോയിട്ട് 80% മുകളിൽ കിട്ടൂല. അതായത് 15 മാർക്ക്, ഏറ്റവും മിനിമം 15 മാർക്സ് നിങ്ങൾക്ക് കിട്ടേണ്ട 15 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരുപാട് കുട്ടികളോട് വീണ്ടും ഞാൻ പറഞ്ഞതാണ്, മാത്സ് ബേസിക്സ് നിങ്ങൾ കാണാം. അതായത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് 70-75 മാക്സിമം നിങ്ങൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ എത്തുക. കാരണം സ്റ്റക്കാവും, തെറ്റിപ്പോവും അല്ലേ. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ ആപ്പ് ഫ്രീ ആണ് കേട്ടോ, ഇത് 100% ഫ്രീ ആണ്. എഡ്യൂപോർട്ടൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ കാണാം. ടോട്ടൽ വീഡിയോയുടെ ലെങ്ത് തന്നെ എന്താണ് ഓൾമോസ്റ്റ് 1 മണിക്കൂറും 1.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മാത്സ് ബേസിക്സ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് സോർട്ട് ഔട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കണ്ട് അവസാനിച്ചതിന് ശേഷം ട്രിഗണോമെട്രി പഠിച്ചിട്ടില്ല, സർഫസ് ഏരിയ പഠിച്ചിട്ടില്ല, പ്രോബബിലിറ്റി ഡൗട്ട് ഉണ്ട്, ട്രയാങ്കിൾസ് ഭയങ്കര ടഫാണ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് പോകും. നമ്മളെ ലക്ഷ്യം എന്താണ്, 60-70 മാർക്കാണോ? അല്ലല്ലോ, 100-ൽ 90 to 95 മുകളിൽ കയറലല്ലേ. അപ്പൊ ഇത് പഠിക്കൽ ഉറപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ 2 കാറ്റഗറിയിലെ കുട്ടികളാണ് മിക്കവാറും നിങ്ങൾ ഇത് സെറ്റ് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഈ ലൈവ് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓരോ ചാപ്റ്ററിന്റെയും നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. വേറെ എവിടെ എഴുതണ്ട. മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ആ കണ്ടന്റ് പേജ് പോവുക, ഇൻഡെക്സ് പേജ് പോവുക. ഓരോ ചാപ്റ്ററും, ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, എനിക്ക് ഓൾമോസ്റ്റ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റണം എന്തൊക്കെയാ ചോദ്യങ്ങൾ വരിക അല്ലേ. എന്തൊക്കെയാ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് ഓർക്കാൻ പറ്റണം. എന്തൊക്കെയാണ് റിയൽ നമ്പേഴ്സിന് ചോദ്യം വരിക നിങ്ങൾക്കറിയില്ലേ. ഏറ്റവും അവസാനം എന്താണ്, √3 ഈസ് ഇറാഷണൽ, അല്ലെങ്കിൽ √5 + 2 √3 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നവരെയുള്ള ഓരോ ടൈപ്പ് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ റെഡി, ടിക്കിടുക. രണ്ടാമത്തെ ചാപ്റ്റർ പോളിനോമിയൽ. സാറേ ചില പാർട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഒരു റൗണ്ട് ഇടുക. അല്ലെങ്കിൽ എന്താണ് ആ റൗണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത് അറിയാം പക്ഷെ കോൺഫിഡൻ്റ് അല്ല. മൂന്നാമത്തെ ചാപ്റ്റർ അതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. സാർ എനിക്ക് വേർഡ് പ്രോബ്ലം മാത്രം പ്രശ്നമുണ്ട്. വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറെ സെറ്റാണ്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, 14 ചാപ്റ്റർ എഴുതും. അപ്പൊ സാർ അറിയാത്ത ചാപ്റ്ററോ, സാറെ ട്രയാങ്കിൾ 5ാമത്തെ കഴിഞ്ഞിട്ട് 6ാമത്തെ ട്രയാങ്കിൾ ക്രോസ് എനിക്കൊന്നും അറിയില്ല, ചെയ്തു വെക്കാം.
ഇപ്പൊ നിങ്ങൾക്ക് ഇനി 5 ദിവസം എത്ര ചാപ്റ്റർ പഠിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് ടിക്ക് ഇട്ടതുകളൊക്കെ എന്താണ് ഓൾമോസ്റ്റ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഫൈനൽ റിവിഷൻ മതി, അത് നമുക്ക് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ആ സാധനം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, ഇത് എഴുതി വെക്കുക. എന്നിട്ട് ടിക്കിട്ട ചാപ്റ്ററിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേ വേണ്ട. ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഇനി തൊടണ്ടേ എന്നല്ല, നമ്മൾ തൊടും, ഇപ്പൊ നിങ്ങൾ തൊടണ്ട. അതാണ് 2ാമത്തെ സ്റ്റെപ്പ്. ഇത് ചെയ്യാം. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതായത് നിങ്ങൾക്ക് റൗണ്ട് ഉള്ളതോ, അതായത് കൺഫ്യൂഷൻ ഉള്ളതോ, തീരെ പഠിക്കാത്തതോ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇത് ഏത് ദിവസമാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിലും മിനിമം 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ വീഡിയോ കണ്ട് 1 ഷോട്ട് കണ്ടിട്ട് അതിനുശേഷം DPP ചെയ്തിട്ട് കോൺഫിഡൻസ് ഉണ്ടാക്കണം. ഈ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, 5th മാർച്ചിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ മിനിമം 2, ഞാൻ മാക്സിമം അല്ലട്ടോ പറയുന്നത്, മിനിമം 2 ചാപ്റ്റേഴ്സ് 5th മാർച്ചിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറിയുന്ന ചാപ്റ്റേഴ്സ് ആവരുത്, റൗണ്ട് ഇട്ടതോ ക്രോസ് ഇട്ടതായിട്ട് 2 ചാപ്റ്റേഴ്സ്. മക്കളെ ട്രയാങ്കിൾസ് ഒഴിച്ച് ബാക്കി 13 ചാപ്റ്റേഴ്സിന്റെയും ലൈവുകൾ നമ്മൾ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ലൈവ് കണ്ട കുട്ടികളൊന്ന് കമന്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു, എത്രമാത്രം നമ്മൾ ഓരോ ലൈവെന്നും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ കവർ ചെയ്തിട്ട് ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ലീനിയർ ഇക്വേഷനും 2 ചാപ്റ്റേഴ്സ് വെച്ച ഒരു ദിവസം ചെയ്തിട്ടുള്ളത്. അപ്പം അതെന്ത് ചെയ്യുക, അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കമന്റിൽ പിൻ ചെയ്യാം. നിങ്ങൾ അതിലുള്ള 2 ചാപ്റ്ററുകൾ കാണാം, ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ്. ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾസ് മാത്രം വെള്ളിയാഴ്ച കൊണ്ട് മാറ്റിയിട്ട് അത് നാളെ രാവിലെയാണ്. ഓക്കെ, ആ 2 ചാപ്റ്റർ എന്തിനാ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്താവും, കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുള്ളൊരു ലെവല് വരും. എനിക്ക് മാത്സ് എളുപ്പമാകുന്നുണ്ടെന്ന ലെവല് വരും. അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാത്ത ആൾക്കാർ 2 ചാപ്റ്റർ ചെയ്യാം. തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ മാത്സ് ബേസിക്സ് കണ്ടിട്ട് 2 ചാപ്റ്റർ കണ്ടു തീർക്കുക. ആൻഡ് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ എന്തായിരിക്കും, മാർച്ച് 6-ാം തീയതി ആവുമ്പത്തേക്ക് കുറെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ലെവൽ അപ്പായിട്ടുണ്ടാവും അല്ലെ, ഒരു ലെവൽ അപ്പായിട്ടുണ്ടാവും. അപ്പൊ സാറെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലുമൊക്കെ പല സ്ഥലത്തും നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. DPP-കൾ എജ്യൂപോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്ഥിരമായിട്ട് DPP കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ DPP കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിൻ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഞാൻ തരാം. DPP വേണമെന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിന്റെ DPP അവർ നിങ്ങൾ തരും. ആ DPP ചെയ്തുകൊണ്ടേയിരിക്കുക. 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കുറെ ആൾക്കാർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, കുറെ ആൾക്കാർ ഏകദേശം തീർന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് ആൾക്കാർ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. 6-ാം തീയതിയാണ് ഡെഡ് ഡേ. എന്താ പറയാ, നിങ്ങളുടെ ലൈഫിൽ മാത്സ് മറിയാൻ പോകുന്ന ദിവസം. 6-ാം തീയതി രാവിലെ മാർച്ച് 6 രാവിലെ 6 AM മുതൽ സ്റ്റെപ്പ് 4 ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു മെഗാ മാരത്തോൺ നടത്താൻ പോവാണ്. എന്റെ അഭിപ്രായത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഇന്ന് വരെ ആരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മാരത്തോൺ നടത്തിയിട്ടില്ല. 14 ചാപ്റ്റേഴ്സ് 14 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരൊറ്റ ദിവസം തീർക്കാണ്. നോമ്പുള്ള കുട്ടികൾ ഉണ്ടാവും, സാറേ പിന്നെ ഫുള്ള് 14 മണിക്കൂർ ഇരിക്കാൻ പറ്റും. നിങ്ങൾ 14 മണിക്കൂർ ഇരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചെങ്കിലും നിങ്ങൾ ഇരിക്കണം. ഒരു 4 ചാപ്റ്റർ 5 ചാപ്റ്റർ നിങ്ങൾക്ക് നാളെ 6-ാം തീയതിയോട് കൂടി സെറ്റ് ചെയ്യാൻ പറ്റും. ഗ്യാപ്പ് എടുത്തോ, ലീനിയർ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്തു, ആ സമയത്ത് ബ്രേക്ക് എടുത്തിട്ട് ക്വാഡ്രാറ്റിക്കിൽ കയറി വന്നോ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അറിയാം, ട്രയാങ്കിൾ ആണ് പ്രശ്നമെങ്കിൽ ആ സമയത്ത് കയറി വന്നോ. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ 6-ാം തീയതി ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ എന്താണ്, കുറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്ന് പോവല്ല ചെയ്യുന്നത്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ 4-5 വർഷങ്ങൾ, 4-5 അല്ല, 2009 മുതലുള്ള പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്കസ് ചെയ്യുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഫണ്ടമെന്റലി എല്ലാ ചോദ്യവും നിങ്ങളെ ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ പഠിപ്പിച്ചു തരും. ആൻഡ് 6-ാം തീയതി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 5 ചാപ്റ്റർ എങ്കിലും 6-ാം തീയതി നിങ്ങൾ ഇത് പഠിക്കാൻ നോക്കണം. അതോടുകൂടി നിങ്ങൾ വേറെ ലെവൽ എത്തിയിട്ടുണ്ടാവൂടാ. വേറെ ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ 7, 8, 9 തീയതികളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബാക്കി 5 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചെങ്കിൽ ഈ സെയിം ലൈവിൽ നിന്നും ബാക്കി 6 ചാപ്റ്ററുകൾ പഠിക്കുക, DPP-കൾ ചെയ്തുകൊണ്ടേയിരിക്കുക. 7, 8, 9 ദിവസങ്ങളിൽ സെയിം ചാപ്റ്ററുകൾ ബാക്കി ചാപ്റ്റർ പഠിക്കുക, DPP ചെയ്തു കൊടുക്കുക. 7-ാം തീയതി നമുക്ക് ക്ലാസ്സുകളൊന്നുമില്ല. 8-ാം തീയതി MCQയുടെ ഒരു ലൈവ് ഉണ്ട്. 9-ാം തീയതി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ റിവൈസ് ചെയ്യും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ടിക്കിട്ട ചാപ്റ്റർ ഉണ്ടല്ലോ, നേരത്തെ
അവസാനത്തെ ഇവിടെ ടിക്കിട്ട ചാപ്റ്റർ നമ്മൾ 6-ാം തീയതി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ എന്താണ് 9-ാം തീയതി പരീക്ഷയുടെ തലേന്നുള്ള ലീക്ഡ് ക്വസ്റ്റ്യൻ സീരീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് മതി അളിയ, അത് മതി. സോ ഇനി അങ്ങോട്ടുള്ള മക്കളെ വീണ്ടും പറയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് സയൻസിന് 5 ദിവസമാണ് കിട്ടിയത്, സോഷ്യലിന് 5 ദിവസമാണ് കിട്ടിയത്, മാത്സിന് ഇനിയും 5 ദിവസം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സയൻസിന് 4 ദിവസമല്ലേ പഠിക്കാനുണ്ടായത്. അപ്പൊ എന്താക്കരുത്, വിട്ടുകൊടുക്കരുത് പിള്ളേച്ച, വിട്ടുകൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ശ്രമിച്ചാൽ, ഒരിക്കൽ കൂടെ പറയാണ്, CBSE ക്ലാസ് 10 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, നമ്മുടെ ലൈഫിന്റെ തുടക്കമാണ്, ചലഞ്ചുകളുടെ തുടക്കമാണ്. മാത്സ് അല്ലേ അതിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. ആ ചലഞ്ച് അവസാനത്തെ മാർച്ച് 10 മുതൽ 1:30 വരെ പരീക്ഷ എഴുതി കഴിയുന്നത് വരെ വിടാതെ നിന്നിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒരു വ്യത്യാസമില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എത്ര മാർക്ക് കിട്ടിയാലും അതിനേക്കാൾ ഉപരി നിങ്ങൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറും. ആൻഡ് ലൈഫിൽ ഏത് ചലഞ്ചും സധൈര്യം നേരിടാൻ പറ്റുന്ന ആൾക്കാരായി മാറും. അതിനുള്ള കംപ്ലീറ്റ് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ കൂടെ വളരെ ക്വിക്കായിട്ട് ആ പ്ലാൻ പറയാണ്. മാത്സ് ബേസിക്സ് അറിയില്ലെങ്കിൽ മറ്റൊക്കെ അവസാനിച്ചിട്ട് മാത്സ് ബേസിക്സ് ആപ്പിൽ പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ആപ്പ് എങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കേസ്, അറിയാത്ത 2 ചാപ്റ്ററുകളെങ്കിലും 5-ാം തീയതി നിങ്ങൾ, രണ്ടാമത്തെ കേസ് അതല്ലേ, രണ്ടാമത്തെ കേസ് ചാപ്റ്റർ ലിസ്റ്റ് ഉണ്ടാക്കി. ഇത് രണ്ടും ഇനിയുള്ള 3 മണിക്കൂറിൽ എന്ത് ചെയ്യണം, ഇത് രണ്ടും നടന്നിരിക്കണം. അടുത്ത 3 മണിക്കൂറിൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട്, മൂന്നാമത്തെ മിനിമം 2 ചാപ്റ്റേഴ്സ് 1 ഷോട്ട് ആയിട്ട് പഠിക്കുക. ഈ ചാനലിൽ തന്നെ ലൈവിന്റെ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ ചാനലിൽ തന്നെ ലൈവിന്റെ സെക്ഷനിൽ പോയാൽ പറ്റും. ആൻഡ് 4-ാമതായിട്ട് 6-ാം തീയതിത്തെ ലൈവിന് നിർബന്ധമായി നിങ്ങൾ ഉണ്ടായിരിക്കണം. 6-ാം തീയതി ലൈവിന് അന്ന് 5 ചാപ്റ്ററെങ്കിലും മിനിമം നമ്മൾ പഠിക്കണം. 14 നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ 14 പഠിച്ചോ. പഠിച്ചു കഴിഞ്ഞവർക്ക് റിവിഷൻ ആണെങ്കിൽ, കൺഫ്യൂഷൻ ഉള്ളവർക്ക് കൺഫ്യൂഷൻ തീർക്കാനാണെങ്കിൽ, ഒന്നും പഠിക്കാത്തവർക്ക് പുതുതായി പഠിക്കാനുള്ള രീതിയിലാണ് ഈ ലൈവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 7, 8, 9 ബാക്കി ചാപ്റ്ററുകൾ തീർക്കുക, DPP ചെയ്യുക. ആൻഡ് 9-ാം തീയതി ദ മെഗാ ക്വസ്റ്റ്യൻ ലീക്കർ സീരീസും എന്തുണ്ടാവും, നമ്മളുണ്ടാവും. ആൻഡ് നമ്മൾ അവസാനം വേണമെങ്കിൽ 6-ാമതൊരു സ്റ്റെപ്പും കൂടെ എഴുതാം. 6-ാമതൊരു സ്റ്റെപ്പ് 95% ഇൻ മാത്സ് എന്നാണ്. അന്ന് ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ ഓർക്കണം, എഡ്യൂപോർട്ടിനെ ഓർക്കണം. അതിലപ്പുറം എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നും വേണ്ട. മാക്സിമം ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക, സ്കൂൾ ഗ്രൂപ്പിൽ എടുക്കുക. അത് മാത്രം ചെയ്യുക. സോ 6-ാം തീയതി നമുക്ക് നേരിട്ട് കാണാം. ബൈ.